എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വേദകാല സംസ്കാരത്തെക്കുറിച്ചാണ്. വേദകാല സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഇരുമ്പ് യുഗ സംസ്കാരമാണ് വേദകാല സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇരുമ്പ് യുഗത്തെയാണ്, ഇരുമ്പ് യുഗ സംസ്കാരമാണ് വേദകാല സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം വേദകാല സംസ്കാരം എന്തിന്റെ സംസ്കാരമാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇരുമ്പ് യുഗ സംസ്കാരമാണ്. ആര്യന്മാരാണ് ഈ സംസ്കാരത്തിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ വേദകാല സംസ്കാരത്തിന്റെ സൃഷ്ടാക്കൾ ആരാണ്? ആര്യന്മാരാണ്. ഇന്നത്തെ പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലാണ് ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ് നിഗമനം പറയുന്നത്. അപ്പൊ ഇന്നത്തെ പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലാണ് ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത്. ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത് ഇന്ത്യയിൽ എവിടെയാണെന്ന് പറയപ്പെടുന്നത്? പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലാണ് ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത്. ഗംഗാതടത്തിലാണ് ആര്യന്മാർ സ്ഥിരതാമസം ആരംഭിച്ചത്. ഗംഗാതടത്തിലാണ് ആര്യന്മാർ സ്ഥിരതാമസം ആരംഭിച്ചത്. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ഇരുമ്പ് യുഗ സംസ്കാരമാണ് വേദകാല സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇരുമ്പ് യുഗ സംസ്കാരമാണ് വേദകാല സംസ്കാരം എന്നറിയപ്പെടുന്നത്. ആര്യന്മാരാണ് എന്തിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത്? വേദകാല സംസ്കാരത്തിന്റെ സൃഷ്ടാക്കൾ ആരാണ്? ആര്യന്മാരാണ്. അതേപോലെ ഇന്നത്തെ പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലാണ് ആര്യന്മാർ ആദ്യമായി എത്തിച്ചേർന്നത്. ഗംഗാതടത്തിലാണ് ആര്യന്മാർ ആദ്യമായി താമസം ആരംഭിച്ചത്. അവർ സ്ഥിരതാമസം തുടങ്ങിയത് എവിടെയാണ്? ഗംഗാതടത്തിലാണ് എന്നാണ് നിഗമനം നടത്തുന്നത്. അപ്പോൾ ഇരുമ്പ് യുഗ സംസ്കാരമാണ് വേദകാല സംസ്കാരം. അതേപോലെ ആര്യന്മാരാണ് വേദകാല സംസ്കാരത്തിന്റെ സൃഷ്ടാക്കൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലാണ് ആദ്യമായി ആര്യന്മാർ എത്തിച്ചേർന്നത്. എവിടെയാണ് അവർ സ്ഥിരതാമസം തുടങ്ങിയത്? ഗംഗാതടത്തിലാണ് അവർ സ്ഥിരതാമസം തുടങ്ങിയത്. സംസ്കൃതമായിരുന്നു ആര്യന്മാരുടെ ഭാഷ. ആര്യന്മാരുടെ ഭാഷ ഏതായിരുന്നു? സംസ്കൃതമാണ്. ആര്യന്മാരുടെ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. മധ്യേഷ്യയിൽ നിന്നുമാണ് ആര്യന്മാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. മധ്യേഷ്യയിൽ നിന്നാണ് ആര്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പൊ ആര്യന്മാരുടെ ഭാഷ ഏതായിരുന്നു? സംസ്കൃതമാണ്. മധ്യേഷ്യയിൽ നിന്നാണ് ആര്യന്മാർ എത്തിച്ചേർന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് ആണെന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് പ്രദേശമാണ്, ആർട്ടിക് ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അപ്പൊ ബാലഗംഗാധര തിലകൻ ആര്യന്മാരുടെ ജന്മദേശം എവിടെയാണെന്ന് പറഞ്ഞത് എവിടെയാണ്? ആർട്ടിക്കിലാണ്. അപ്പൊ ബാലഗംഗാധര തിലകന്റെ അഭിപ്രായത്തിലാണ് ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ബാലഗംഗാധര തിലകന്റെ അഭിപ്രായത്തിലാണ് ആര്യന്മാരുടെ ജന്മദേശം എവിടെ? ആർട്ടിക് ആണെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, ഓർത്തു വെച്ചേക്കണേ. ടിബറ്റിൽ നിന്നാണ് ആര്യന്മാർ ഇന്ത്യയിൽ എത്തിയതെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പം ദയാനന്ദ സരസ്വതിയുടെ അഭിപ്രായത്തിൽ ആര്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് എവിടെ നിന്നാണെന്നാണ്? ടിബറ്റിൽ നിന്നാണ്. ബാലഗംഗാധര തിലകൻ എന്താണ് അഭിപ്രായപ്പെട്ടത്? ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് ആണെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ടിബറ്റിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആര്യന്മാർ എത്തിച്ചേർന്നെന്ന് ആര് പറഞ്ഞു? ദയാനന്ദ സരസ്വതി പറഞ്ഞു. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്തു വെച്ചിരിക്കുക. ആര്യന്മാരുടെ ജന്മദേശം എവിടെയാണെന്ന് അഭിപ്രായപ്പെട്ടത്? ആർട്ടിക് ആണെന്ന് ആരഭിപ്രായപ്പെട്ടു? ബാലഗംഗാധര തിലകൻ അഭിപ്രായപ്പെട്ടെങ്കിൽ ടിബറ്റ് ആണെന്ന് ആരഭിപ്രായപ്പെട്ടു? ദയാനന്ദ സരസ്വതി അഭിപ്രായപ്പെട്ടു. അതേപോലെ സംസ്കൃതമായിരുന്നു ആര്യന്മാരുടെ ഭാഷ എന്നറിയപ്പെടുന്നത്. മധ്യേഷ്യയിൽ നിന്നുമാണ് ആര്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നതാണ് പൊതുവെ ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത്. മധ്യേഷ്യയിൽ നിന്നാണ് ഇന്ത്യയിൽ ആര്യന്മാർ എത്തിച്ചേർന്നെന്ന് പൊതുവെ ഒരു അഭിപ്രായം. പക്ഷേ ആര്യന്മാരുടെ ജന്മദേശം ആർട്ടിക് ആണെന്ന് ആരഭിപ്രായപ്പെട്ടു? ബാലഗംഗാധര തിലകൻ അഭിപ്രായപ്പെട്ടെങ്കിൽ ടിബറ്റിൽ നിന്നാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നെന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? ദയാനന്ദ സരസ്വതിയാണ് അഭിപ്രായപ്പെട്ടത്. അറിവ് എന്ന അർത്ഥം വരുന്ന, നമുക്ക് അടുത്ത് പഠിക്കാനുള്ള വേദങ്ങളെ കുറിച്ചാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന സംസ്കൃത പദം രൂപപ്പെട്ടത്. അപ്പൊ വേദങ്ങൾ എവിടെ? അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്? വേദം എന്ന സംസ്കൃത പദം രൂപം കൊണ്ടത്. അപ്പൊ വേദങ്ങളെ കുറിച്ച് പറയുമ്പോൾ അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന ധാതു ക്രിയ അല്ലെങ്കിൽ പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടത്? വേദങ്ങൾ എന്ന പദം രൂപം കൊണ്ടത്. അതുപോലെ ഋഗ്വേദം, സമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയാണ് 4 വേദങ്ങൾ.
4 വേദങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. 4 വേദങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. എന്തൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം എന്നിവയാണ് 4 വേദങ്ങൾ. അപ്പോൾ അതിനെ എന്ത് അറിയപ്പെടുന്നു? ചതുർവേദങ്ങൾ എന്നറിയപ്പെടുന്നു. 4 വേദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ അറിയപ്പെടുന്നു? ചതുർവേദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആര്യന്മാരെയാണ് വേദങ്ങളുടെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ വേദങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ആര്യന്മാരാണ്. ആര്യന്മാരാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആര്യന്മാരാണ് വേദങ്ങളുടെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. വേദങ്ങൾ ആദ്യകാലത്ത് വാമൊഴി രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പം വേദങ്ങൾ ആദ്യകാലത്ത് വാമൊഴി, നമ്മുടെ പറച്ചിൽ കൊണ്ട് അല്ലെങ്കിൽ വാ കൊണ്ട് പറയുന്ന രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പൊ വാമൊഴി എങ്ങനെ അറിയപ്പെട്ടത്? എന്താണ് അറിയപ്പെട്ടത്? വേദങ്ങൾ ആദ്യകാലത്ത് വാമൊഴി എന്ന രൂപത്തിലാണ് അറിയപ്പെട്ടത്. നമുക്ക് വേദങ്ങളെ കുറിച്ച് നോക്കാം. എന്തായിരുന്നു വേദങ്ങൾ എന്ന് പറഞ്ഞത്? അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന ധാതുവിൽ നിന്നാണ് എന്ത് വന്നത്? വേദം എന്ന സംസ്കൃത പദം രൂപം കൊണ്ടത്. അപ്പം വേദം എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് രൂപം കൊണ്ടതാണ്? സംസ്കൃത ഭാഷയിൽ രൂപം കൊണ്ടതാണ്. എന്ത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന ധാതുവിൽ നിന്നാണ് എന്ത് വേദങ്ങൾ എന്ന പദം രൂപം കൊണ്ടത്. ഭാഷ ഏതായിരുന്നു? സംസ്കൃത പദമാണ്. അടുത്തത് ഏതൊക്കെയാണ് 4 വേദങ്ങൾ? യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെ ഋഗ്വേദം. ഇങ്ങനെയാണ് 4 വേദങ്ങൾ. നമുക്ക് ആ വേദങ്ങളെ കുറിച്ച് പുറകെ പഠിക്കാനുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പൊ 4 വേദങ്ങൾ ഏതൊക്കെയായിരുന്നു? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം. ഇതിനെ എന്തറിയപ്പെടുന്നു? ചതുർവേദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ആര്യന്മാരാണ് വേദങ്ങളുടെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ വേദങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ആര്യന്മാരാണ്. ആ വേദങ്ങൾ ആദ്യകാലത്ത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? വാമൊഴി രൂപത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. വാമൊഴി രൂപത്തിലായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത്. വേദങ്ങൾ ആദ്യകാലത്ത് വാമൊഴി രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മാക്സ് മുള്ളർ ആണ്. അപ്പൊ ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? മാക്സ് മുള്ളർ ആണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ഭാഗമാണ്. ഇംഗ്ലീഷിലേക്ക് ഋഗ്വേദം വിവർത്തനം ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാക്സ് മുള്ളർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. അടുത്ത പോയിന്റ്, ധർമ്മശാസ്ത്രങ്ങൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ എന്നിവയും വൈദിക സാഹിത്യത്തിന്റെ ഭാഗമാണ്. അപ്പം വൈദിക ശാസ്ത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? ധർമ്മശാസ്ത്രങ്ങൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ എന്നിവയും വൈദിക ശാസ്ത്രത്തിന്റെ മറ്റു ഭാഗങ്ങളാണ്. അപ്പൊ ആരണ്യകങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ഏതിന്റെ ഭാഗമായി വരുന്നു എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? വൈദിക സാഹിത്യത്തിന്റെ ഭാഗമായി വരുന്നവയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. അപ്പൊ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? ചാൾസ് വിൽക്കിൻസ് ആണ്. അപ്പം ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസും, അതുപോലെ ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? മാക്സ് മുള്ളർ ആണ്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ഓർത്തു വെച്ചിരിക്കാം. ആരണ്യകങ്ങൾ വനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആരണ്യകങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആരണ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരണ്യങ്ങൾ എന്തുമായി ബന്ധപ്പെടുന്നു ചോദിച്ചാൽ വനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ചാൾസ് വിൽക്കിൻസ് ആണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് എന്ത് വിവർത്തനം ചെയ്ത? ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? മാക്സ് മുള്ളർ ആണ്. ധർമ്മശാസ്ത്രങ്ങൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ എന്നിവയും വൈദിക ശാസ്ത്രത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് ഓർത്തു വെച്ചിരിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഋഗ്വേദം. ഋഗ്വേദത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഋഗ്വേദം. ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് ഋഗ്വേദം. ഏറ്റവും പഴക്കം ചെന്ന വേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. BC 1500-നും 1000-നും ഇടയിലാണ് എഴുതപ്പെട്ടത്. അപ്പൊ BC 1500-നും 1000-നും ഇടയിലാണ് ഋഗ്വേദം എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഏറ്റവും പഴക്കം ചെന്ന വേദങ്ങളിൽ ഒന്നാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അതിനാൽ ആദിവേദം എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ ആദിവേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. എന്തുകൊണ്ടാണ്? BC 1500-നും 1000-നും ഇടയിൽ രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്ന വേദം കൂടിയാണ് ഋഗ്വേദം. അതുകൊണ്ടാണ് ആദിവേദം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ സംസ്കൃത കൃതി എന്ന വിശേഷണവും ഋഗ്വേദത്തിനുണ്ട്. ആദ്യത്തെ സംസ്കൃത കൃതി ഏതാണ്? ഋഗ്വേദമാണ്. ആദ്യത്തെ സംസ്കൃത കൃതിയാണ് ഋഗ്വേദം. ഒന്നാം വേദം, പ്രഥമ വേദം എന്നിങ്ങനെയും ഋഗ്വേദം അറിയപ്പെടുന്നു. ഒന്നാം വേദം,
പ്രഥമ വേദം, അതേപോലെ ആദ്യ സംസ്കൃത കൃതി എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. ആദ്യ വേദം എന്ന് അറിയപ്പെടുന്ന കൃതിയാണ് ഏത്? ഋഗ്വേദം. എന്തുകൊണ്ട്? BC 1500നും 1000നും ഇടയിൽ എഴുതപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഏറ്റവും പഴക്കം ചെന്ന വേദം കൂടിയാണ് ഏത്? ഋഗ്വേദം എന്ന് പറയുന്നത്. വിശ്വാമിത്രൻ, വസിഷ്ഠൻ എന്നീ മഹർഷികൾ ചേർന്നാണ് ഋഗ്വേദ സൂത്രങ്ങൾ തയ്യാറാക്കിയത്. സൂക്തങ്ങൾ വിശ്വാമിത്രനും വസിഷ്ഠൻ എന്നീ മഹർഷികൾ ചേർന്നാണ് ഋഗ്വേദ സൂക്തങ്ങൾ തയ്യാറാക്കപ്പെട്ടത്. അപ്പൊ ഋഗ്വേദ സൂക്തങ്ങൾ തയ്യാറാക്കപ്പെട്ട മഹർഷിമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷി എന്നിവരാണ്. ചില ചരിത്രകാരന്മാർ വിശ്വാമിത്രനെ ഋഗ്വേദത്തിന്റെ രചയിതാവായി പരിഗണിക്കപ്പെടുന്നു. അത് ചില ചരിത്രകാരന്മാരാണ് വിശ്വാമിത്ര മഹർഷി ഋഗ്വേദത്തിന്റെ രചയിതാവായി പരിഗണിക്കപ്പെടുന്നത്. ചില ചരിത്രകാരന്മാർ ഋഗ്വേദത്തിന്റെ രചയിതാവായിട്ട് ആരെ കണക്കാക്കപ്പെടുന്നുണ്ട്? വിശ്വാമിത്ര മഹർഷിയെ കണക്കാക്കപ്പെടുന്നുണ്ട്. ആരാണ് ഋഗ്വേദ സൂക്തങ്ങൾ രചിക്കപ്പെട്ടതായി പറയപ്പെടുന്നത്? വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിയുമാണ് ഋഗ്വേദത്തിന്റെ സൂക്തങ്ങൾ രചിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മഹർഷിയാണ് ഋഗ്വേദം രചിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. ചില ചരിത്രകാരന്മാർ കണക്കാക്കപ്പെടുന്നതാണ് കേട്ടോ. 1028 ദൈവസ്തുതികളാണ് ഋഗ്വേദത്തിന്റെ ഉള്ളടക്കം. അപ്പൊ ഋഗ്വേദത്തിൽ എത്ര ദൈവസ്തുതികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1028. അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെച്ചിരിക്കുക. 1028 സ്തുതികളാണ് ഋഗ്വേദത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇന്ദ്രൻ, അഗ്നി, വരുണൻ തുടങ്ങിയ ദൈവങ്ങളെ സ്തുതിക്കുന്ന ഗീതങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. ഋഗ്വേദത്തിലുള്ള സ്തുതികൾ ആരെയൊക്കെ സ്തുതിക്കുന്നവയാണ്? ഇന്ദ്രൻ, അഗ്നി, വരുണൻ തുടങ്ങിയ ദൈവങ്ങളെ സ്തുതിക്കുന്ന ഗീതങ്ങൾ അല്ലെങ്കിൽ സ്തുതികളാണ് എവിടെയുള്ളത്? ഋഗ്വേദത്തിൽ ഉള്ളത്. ഋഗ്വേദത്തിലെ സ്തുതികൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ ആരെക്കുറിച്ചുള്ളതാണെന്ന് ചോദിച്ചാൽ ആരെക്കുറിച്ചുള്ളതാണ്? ഇന്ദ്രൻ, അഗ്നി, വരുണൻ തുടങ്ങിയവരെ കുറിച്ചുള്ളതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് വിശ്വാമിത്രൻ, വസിഷ്ഠൻ എന്നീ മഹർഷികൾ ചേർന്നാണ് ഋഗ്വേദ സ്തുതികൾ രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നതാണ്. ചില ചരിത്രകാരന്മാർ വിശ്വാമിത്ര മഹർഷിയാണ് ഋഗ്വേദത്തിന്റെ രചയിതാവ് എന്നും കണക്കാക്കപ്പെടുന്നു. 1028 സ്തുതികളാണ് ഋഗ്വേദത്തിൽ ഉള്ളത്. അത് ആരെ കുറിച്ചുള്ള സ്തുതികളാണ്? കൂടുതലും ഇന്ദ്രൻ, അഗ്നി, വരുണൻ തുടങ്ങിയവരെ കുറിച്ചാണ് ഋഗ്വേദ സ്തുതികൾ രചിക്കപ്പെട്ടത്. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഋഗ്വേദത്തിന്റെ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗായത്രി മന്ത്രം അടങ്ങുന്ന ചതുർവേദങ്ങൾ ഒന്ന് ഏത്, അല്ലെങ്കിൽ വേദം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. അപ്പൊ ഋഗ്വേദത്തിലാണ് ഗായത്രി മന്ത്രം ഉള്ളത്. ഗായത്രി മന്ത്രം അടങ്ങുന്ന വേദം ഏതെന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഏത്? ഗായത്രി മന്ത്രം എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അഗ്നിമേളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഋഗ്വേദത്തിലാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഗ്നിമേളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന വേദം ഏതെന്ന് ചോദിച്ചാൽ ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലാണ് എന്തടങ്ങിയിരിക്കുന്നത്? ഗായത്രി മന്ത്രം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ ആണ് കേട്ടോ. ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നാ പറഞ്ഞത്? മാക്സ് മുള്ളർ ആണ്. 10 അധ്യായങ്ങളാണ് ഋഗ്വേദത്തിൽ ഉള്ളത്. എത്ര അധ്യായങ്ങൾ ഋഗ്വേദത്തിലുണ്ട്? 10 അധ്യായങ്ങൾ. 1028 സ്തുതികളും അടങ്ങിയിരിക്കുന്നു. അവ മണ്ഡലങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 10 അധ്യായങ്ങളുണ്ട്. അവ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മണ്ഡലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ ഗീതങ്ങൾ അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളുടെ പേര് 1-ാം മണ്ഡലം, 2-ാം മണ്ഡലം, അങ്ങനെയാണ്. മണ്ഡലങ്ങൾ എന്ന പേരിലാണ് അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. എത്ര അധ്യായങ്ങളുണ്ട്? 10 അധ്യായങ്ങളാണുള്ളത്. ആ അധ്യായങ്ങളെ ഓരോന്നിനെയും എന്ത് അറിയപ്പെടുന്നു? മണ്ഡലങ്ങൾ എന്ന പേരിലാണ് ഋഗ്വേദത്തിൽ അറിയപ്പെടുന്നത്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം അറിയപ്പെടുന്നത് പുരുഷ സൂക്തം എന്ന പേരിലാണ്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം അറിയപ്പെടുന്ന ഏതാണ്? പുരുഷ സൂക്തമാണ്. 10-ാം അധ്യായം, ഓരോ അധ്യായത്തിനെയും അറിയപ്പെടുന്ന പേര് മണ്ഡലങ്ങൾ എന്നാണ്. അപ്പം പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഉൾക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഋഗ്വേദത്തിലാണ്. അഗ്നിമേളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഋഗ്വേദമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മാക്സ് മുള്ളർ ആണ്. മൊത്തം 10 അധ്യായങ്ങളാണ്. ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്ന മണ്ഡലങ്ങൾ എന്ന പേരിലാണ്. 10-ാം അധ്യായം അല്ലെങ്കിൽ 10-ാം മണ്ഡലം എന്തിലാണ് പ്രസിദ്ധമായത്? പുരുഷ സൂക്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 10-ാം മണ്ഡലം ഏതാണ്? പുരുഷ സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് പുരുഷ സൂക്തം. അപ്പം പുരുഷ സൂക്തത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ
ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥമാണ്. ആദ്യത്തെ ഗ്രന്ഥം ആ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലമാണ്. ആ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ചാതുർവർണ്ണ സമ്പ്രദായം ഏതിലാണ് എന്ന് ചോദിച്ചാലും പുരുഷ സൂക്തമാണ് കേട്ടോ. രണ്ട് രീതിയിലും ചോദ്യം തരാം. ഇന്ത്യയിലെ ചാതുർവർണ്ണ സമ്പ്രദായത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ പുരുഷ സൂക്തത്തിലാണ്. അത് 10-ാം മണ്ഡലമാണ്. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലമാണ് പുരുഷ സൂക്തം. അല്ലെങ്കിൽ ജാതി സമ്പ്രദായത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഋഗ്വേദത്തിൽ എത്രാമത്തെ മണ്ഡലത്തിൽ എന്ന് ചോദിച്ചാലും 10-ാം മണ്ഡലത്തിലാണ്. 10-ാം മണ്ഡലം അറിയപ്പെടുന്ന എന്താണ്? പുരുഷ സൂക്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാന ദൈവം ഇന്ദ്രനായിരുന്നു. അപ്പൊ ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാന ദൈവം ഏതായിരുന്നു? ഇന്ദ്രനായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പുരന്തരൻ ഇന്ദ്രൻ മാത്രം ഇന്ദ്രനായിരുന്നു. പുരന്തരൻ എന്നും ഇന്ദ്രൻ അറിയപ്പെടുന്നു. അപ്പൊ ഇന്ദ്രന്റെ മറ്റൊരു പേരെന്താണ്? പുരന്തരൻ എന്നറിയപ്പെടുന്നു. അപ്പൊ പുരന്തരൻ എന്നറിയപ്പെടുന്ന ദൈവം ഏതെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഏത് കാലത്താണ് പ്രശസ്തമായത് അല്ലെങ്കിൽ പ്രധാന ദൈവമായി ആരാധിച്ചിരുന്നത്? ഋഗ്വേദ കാലത്തായിരുന്നു. ഇന്ദ്രന്റെ മറ്റൊരു പേരെന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? പുരന്തരൻ എന്നാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാന ദൈവമായിരുന്നു ആരെ? ഇന്ദ്രൻ. ഇന്ദ്രന്റെ മറ്റൊരു പേരെന്താണ്? പുരന്തരൻ എന്നറിയപ്പെടുന്നു. മന്ത്രങ്ങളാൽ നിബിഡമായിരുന്ന വേദമാണ് ഋഗ്വേദം. അപ്പൊ ഋഗ്വേദത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? മന്ത്രങ്ങളാൽ നിബിഡമായിരുന്നു, കൂട്ടമായിരുന്നു. ഉൾക്കൊള്ളത് കൂടുതലും എന്തായിരുന്നു? മന്ത്രങ്ങളാൽ മാത്രമായിരുന്നു ഋഗ്വേദം എഴുതപ്പെട്ടത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുന്ന മണ്ഡലമായിരുന്നു ആദ്യ ഗ്രന്ഥമാണ് പുരുഷ സൂക്തം. 10-ാം മണ്ഡലമാണ് പുരുഷ സൂക്തം എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ചാതുവർണ്ണ സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പുരുഷ സൂക്തമാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാന ദൈവമായിരുന്നു ഇന്ദ്രൻ. ഇന്ദ്രന്റെ മറ്റൊരു പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? പുരന്തരൻ എന്നാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം മന്ത്രങ്ങളാൽ നിബിഡമായ വേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ മണ്ഡൂക സൂക്തത്തിലാണ് വിദ്യാഭ്യാസം, കൃഷി എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പം മണ്ഡൂക സൂക്തത്തിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? വിദ്യാഭ്യാസം, കൃഷി എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മണ്ഡൂക സൂക്തമാണ്. പുരുഷ സൂക്തത്തിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് ഏതാണ്? മണ്ഡൂക സൂക്തം. മണ്ഡൂക സൂക്തത്തിന്റെ പ്രത്യേകത എന്താണ്? വിദ്യാഭ്യാസം, കൃഷി എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് മണ്ഡൂക സൂക്തം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദമാണ് ഓം എന്നത്. 1028 തവണയാണ് ഋഗ്വേദത്തിൽ ഓം എന്ന പദം പരാമർശിക്കുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ ഓം എന്നാണ്. അപ്പൊ അവിടെ എത്ര തവണയുണ്ട്? 1028 തവണയാണ് ഓം എന്ന പദം ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഗവിഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധം എന്നാണ്. അപ്പം ഋഗ്വേദത്തിൽ ഗവിഷ്ടി എന്ന പദം പരാമർശിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധം. അപ്പം വേദങ്ങളിൽ അല്ലെങ്കിൽ ഋഗ്വേദത്തിൽ യുദ്ധം എന്ന പദത്തിനെ പരാമർശിക്കുന്ന മറ്റൊരു പദം ഏതെന്ന് ചോദിച്ചാൽ ഗവിഷ്ടി. ഗവിഷ്ടി എന്ന പദം അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? യുദ്ധമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. സരസ്വതി നദിയെയാണ് ഋഗ്വേദ ജനത പുണ്യ നദിയായി ആരാധിച്ചിരുന്നത്. സരസ്വതി നദിയെയാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ ജനത പുണ്യ നദിയായി പരാമർശിക്കാൻ അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നത്, ആരാധിച്ചിരുന്നത്. സരസ്വതി നദിക്ക് പ്രാധാന്യമുള്ള വേദം ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കാം? വേദത്തിലെ കാലഘട്ടമാണ്. ഋഗ്വേദ കാലഘട്ടത്തിലാണ് സരസ്വതി നദിയെ അന്നത്തെ കാലഘട്ടത്തിലെ ജനത പുണ്യ നദിയായി ആരാധിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഋഗ്വേദത്തിലെ മണ്ഡൂക സൂക്തത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? വിദ്യാഭ്യാസം, കൃഷി എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് മണ്ഡൂക സൂക്തം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓം എന്ന പദമാണ്. എത്ര പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്? 1028 തവണയാണ് ഓം എന്ന പദം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത്. അതുപോലെ ഗവിഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യുദ്ധം എന്നതാണ്. യുദ്ധം അർത്ഥമാക്കുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ ഗവിഷ്ടി. ഗവിഷ്ടി എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാലും യുദ്ധമാണ്. സരസ്വതി നദിയാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ പുണ്യ നദിയായി ആരാധിച്ചിരുന്നത്. വേദാംഗങ്ങൾ എത്രണ്ണം എന്ന് ചോദിച്ചാൽ 6 എണ്ണമാണ്. വേദാംഗങ്ങൾ 6 എണ്ണമാണ്. നോക്കാം ഏതൊക്കെയെന്ന്. ശിക്ഷ, നിരുക്ത, വ്യാകരണ, ഛന്ദസ്, ജ്യോതിഷ, കൽപ്പം. അപ്പം ശിക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ ഉച്ചാരണമാണ്. അതുപോലെ നിരുക്ത പദോത്പത്തിയാണ്. നിരുക്ത എന്നതുകൊണ്ട് അർത്ഥം, നിരുക്ത എന്ന് പറയുന്നത് വേദാംഗങ്ങളിൽ ഒന്നാണ്. ആ നിരുക്ത എന്താണ്? പ്രദോൽപത്തിയാണ്.
പദോൽപത്തി അല്ല, പദോൽപത്തിയാണ്, പദങ്ങളുടെ ഉൽപ്പത്തിയാണ് കേട്ടോ. നിരുക്ത എന്ന് പറഞ്ഞ എന്താണ്? പദോൽപത്തി ആണ് എന്ന് ഓർത്തിരിക്കുക. ശിക്ഷ ഉച്ചാരണം, പ്രദോൽപത്തി അല്ല പദോൽപത്തി. പായുടെ റായ എന്ന ചിഹ്നമല്ല, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് പദോൽപത്തി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. വ്യാകരണം എന്ന് പറഞ്ഞാൽ വ്യാകരണം തന്നെയാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മാത്രയാണ്. അപ്പം ഛന്ദസ് മാത്ര എന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയാമല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന ഒരു ശ്വാസത്തെയാണ് ഒരു മാത്ര എന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കുന്ന ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന ഒരു ശ്വാസത്തെയാണ് ഒരു മാത്ര എന്ന് പറയുന്നത്. അപ്പൊ ആ മാത്രയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ജ്യോതിഷത്തെ കുറിച്ച് തന്നെയാണ്. കൽപ്പം ആചാരങ്ങൾ. അപ്പം കൽപ്പമാണ് ആചാരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥം. വേദാംഗങ്ങൾ ആചാരങ്ങളെ കുറിച്ച് പറയുന്നത് ഇതിലാണെന്ന് വെച്ചാൽ കൽപ്പത്തിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശിക്ഷ എന്താണ്? ഉച്ചാരണം. 6 വേദാംഗങ്ങളാണ് ഓർത്തു വെച്ചിരിക്കുക. ശിക്ഷ ഉച്ചാരണം, നിരുക്ത പദോൽപത്തി, പദങ്ങളുടെ ഉൽപ്പത്തിയാണ്. വ്യാകരണം തന്നെ. ഛന്ദസ് മാത്ര, ജ്യോതിഷം, കൽപ്പം ആചാരം. അപ്പം വേദാംഗങ്ങളിൽ ആചാരങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? കൽപ്പത്തിലാണ്. ജ്യോതിഷത്തെ കുറിച്ച് ജ്യോതിഷം തന്നെ, അത് ഡയറക്റ്റ് ആയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യത കുറവാണ്, ഓർത്തു വെച്ചിരുന്നാൽ മതി. മാത്ര, ഛന്ദസ് അതും എല്ലാവർക്കും അറിയാം. വ്യാകരണം തന്നെയാണ്. പദോൽപത്തി അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തു വെക്കണേ. വേദാംഗങ്ങളിൽ പദോൽപത്തിയെ കുറിച്ച് പരാമർശിക്കുന്ന ഏതിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നിരുക്തയാണ്. ശിക്ഷ ഉച്ചാരണം. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശിക്ഷ ഓർത്തു വെച്ചേക്കണം, നിരുക്ത ഓർത്തു വെച്ചിരിക്കുക. കാരണം ഇത് 2 പദങ്ങളുമായി സാമ്യത ഉള്ളതാണ്. അതുകൊണ്ട് ജ്യോതിഷവുമാണെന്ന് അറിയാം. കൽപ്പം ആചാരങ്ങളാണ്. അപ്പം ശിക്ഷ, നിരുക്ത, കൽപ്പം. അപ്പം വ്യാകരണം തന്നെയാണ്. ഛന്ദസ് മാത്രയാണ്. ജ്യോതിഷമാണ്. കൽപ്പമാണ് ആചാരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൽപ്പത്തിലാണ് ആചാരങ്ങൾ ഉള്ളത്. അപ്പൊ വേദാംഗങ്ങൾ എത്ര എണ്ണമാണെന്ന് വെച്ചാൽ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് യജുർവേദം. നമ്മൾ ഋഗ്വേദത്തെ കുറിച്ച് പഠിച്ചു. അടുത്ത ഇനി നമുക്ക് പഠിക്കാനുള്ളത് യജുർവേദമാണ്. പൂജ, യാഗം, ബലി തുടങ്ങിയ സമയങ്ങളിൽ ഉരുവിടുന്ന മന്ത്രങ്ങളാണ് യജുർവേദത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പൂജ, യാഗം, ബലി തുടങ്ങിയ സമയങ്ങളിൽ ഉരുവിടുന്ന നമ്മൾ പറയുന്ന മന്ത്രങ്ങളാണ് യജുർവേദത്തിന്റെ ഉള്ളടക്കം. അപ്പൊ യജുർവേദത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള മന്ത്രങ്ങളാണ് കൂടുതലും എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചാണ്? പൂജ, യാഗം, ബലി തുടങ്ങിയവയുടെ മന്ത്രങ്ങളാണ് യജുർവേദത്തിന്റെ ഉള്ളടക്കം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. യജുർവേദത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. സതന്ത്രങ്ങൾ എന്നും അത് ശുക്ല യജുർ എന്നും, ദുർമന്ത്രങ്ങൾ എന്നും, ദുർമന്ത്രങ്ങളുടെ മറ്റൊരു പേരാണ് ശ്യാമ യജുർ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ സതന്ത്രങ്ങളെന്നും ദുർമന്ത്രങ്ങളെന്നും, നല്ല മന്ത്രങ്ങളും ദുർമന്ത്രങ്ങളുമാണ് യജുർവേദത്തിൽ ഉള്ളത്. അപ്പൊ നല്ലതും ചീത്തയുമായിട്ടുള്ള മന്ത്രങ്ങളെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ യഥാർത്ഥ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. സതന്ത്രങ്ങളെന്നും അതിന്റെ മറ്റൊരു പേരാണ് ശുക്ല യജുറും, ദുർമന്ത്രങ്ങളുടെ മറ്റൊരു പേരെന്താണ്? ശ്യാമ യജുർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഏതിന്റെ ഭാഗങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? യജുർവേദത്തിന്റെ. അപ്പം സതന്ത്രങ്ങളും ദുർമന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്ന വേദം ഏതാണ്? യജുർവേദമാണ്. യജുർവേദത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങളാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഗദ്യരൂപത്തിലുള്ള വേദങ്ങളാണ് യജുർവേദത്തിലുള്ളത്. ഗദ്യരൂപത്തിലുള്ള വേദങ്ങൾ ഏതിൽ അടങ്ങിയിരിക്കുന്നു? യജുർവേദത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം യജുർവേദത്തിന് ഉള്ളടക്കം ഏതൊക്കെ മന്ത്രങ്ങളാണ് നോക്കാം. പൂജ, യാഗം, ബലി. എത്ര ഭാഗങ്ങളുണ്ട് യജുർവേദത്തിന്? 2 ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ്? സതന്ത്രങ്ങളും ദുർമന്ത്രങ്ങളുമാണ്. ഗദ്യരൂപത്തിലുള്ള വേദങ്ങളാണ് യജുർവേദത്തിൽ ഉള്ളത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സാമവേദം. സാമവേദത്തെ കുറിച്ചും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സംഗീതമാണ് സാമവേദത്തിന്റെ പ്രധാന പരാമർശം. അപ്പൊ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സാമവേദം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സാമവേദമാണ്. ചരിത്ര പ്രാധാന്യമില്ലാത്ത വേദം എന്നറിയപ്പെടുന്നത് സാമവേദമാണ്. ചരിത്രവുമായി ബന്ധമില്ലാത്തത്, ചരിത്ര പ്രാധാന്യം, ആ സാമവേദം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്താണ്? സംഗീതമാണ്. അപ്പൊ അതിന് ചരിത്രവുമായി ബന്ധമില്ലാത്തതാണ്. ചരിത്രത്തിന് പ്രാധാന്യമില്ലാത്ത വേദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സാമവേദമാണ്. സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവ വേദം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗാന്ധർവ വേദം എന്തിന്റെ ഉപവേദം എന്ന് ചോദിച്ചാൽ എന്തിന്റെയാണ്? സാമവേദത്തിന്റെയാണ്. നമ്മൾ പറഞ്ഞത് സംഗീതമാണ് സാമവേദത്തിന്റെ പ്രധാന വിഷയം. അതേപോലെ ചരിത്ര പ്രാധാന്യമില്ലാത്ത വേദമാണ് ഏത്? സാമവേദം. സാമവേദത്തിന്റെ മറ്റൊരു ഉപവേദമാണ് ഗാന്ധർവ വേദം എന്നറിയപ്പെടുന്നത്. അടുത്തത് അഥർവവേദം.
അഥർവവേദമാണ് ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത്. ബ്രഹ്മവേദം ഏതാണ്? അഥർവവേദമാണ്. സംഗീതം ഉൾക്കൊള്ളുന്നത് സാമവേദമാണെങ്കിൽ ബ്രഹ്മവേദം ഏതെന്ന് ചോദിച്ചാൽ അഥർവവേദമാണ്. വേദങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് അഥർവവേദം. ഏറ്റവും പഴക്കമുള്ളത് ഋഗ്വേദം എന്ന് പഠിച്ചു. ഏറ്റവും അവസാനത്തേത് ഏതാണ്? അഥർവവേദമാണ്. ആയുർവേദം അഥർവവേദത്തിന്റെ ഭാഗമാണ്. ആയുർവേദം എന്തിന്റെ ഭാഗമാണ്? അഥർവവേദത്തിന്റെ ഭാഗമാണ്. അവസാന വേദം ഏതാണ്? അഥർവവേദമാണ്. അതുപോലെ തന്നെ ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നതും ഏതാണ്? അഥർവവേദമാണ്. യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളാണെന്ന് പ്രസ്താവിക്കുന്ന വേദമാണ് അഥർവവേദം. യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് എന്ന് പറയപ്പെടുന്ന വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബൃഹത്തായ വേദമാണ് അഥർവവേദം. ഏറ്റവും ബൃഹത്തായ വേദം ഏതാണ്? അഥർവവേദമാണ്. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവവേദമാണ്. യുദ്ധം മനുഷ്യ മനസ്സുകളിലാണ് ആരംഭിക്കുന്നത് എന്ന് പരാമർശിക്കുന്ന വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. ആയുർവേദം അഥർവവേദത്തിന്റെ ഭാഗമാണ്. ഏറ്റവും അവസാനത്തേതാണ് അഥർവവേദം. അപ്പം നോക്കാം ഒന്നും കൂടി. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവവേദമാണ്. ഏറ്റവും അവസാനത്തെ വേദമാണ് അഥർവവേദം എന്ന് പറയുന്നത്. പിന്നെ യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് എന്ന് പരാമർശിക്കുന്ന വേദമാണ് അഥർവവേദം. ഏറ്റവും ബൃഹത്തായ വേദമാണ് എന്റെ അഥർവവേദം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.